بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد الأمين وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, പ്രിയപ്പെട്ട മുതഅല്ലിം സുഹൃത്തുക്കളെ, രക്ഷിതാക്കളെ, മഹാനായ ഇമാം സലാഹുദ്ദീൻ റളിയല്ലാഹു അൻഹു നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് എന്നിവയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിയതിനു ശേഷം ഉംറയെപ്പറ്റിയും ഓർമ്മപ്പെടുത്തി. എന്നാൽ ഹജ്ജ്, ഉംറ എന്നിവ ചെയ്യുന്ന, ഹജ്ജിനും ഉംറക്കും പോകുന്ന മനുഷ്യന് ഒരിക്കലും ഒഴിച്ചുകൂടാനാവാത്ത പ്രധാനപ്പെട്ട കർമ്മമായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സിയാറത്തിനെ പറ്റിയും മുസന്നിഫ് റഹിമഹുല്ലാ നമ്മെ ഓർമ്മപ്പെടുത്തി. ഒരു മുഅ്മിനിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷമാണല്ലോ മദീന സിയാറത്ത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ഷരീഫ് സിയാറത്ത് ചെയ്യുന്നതിന്റെ മഹത്വവും അതിന്റെ നേട്ടങ്ങളും സിയാറത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ സിയാറത്തിന്റെ പൂർണ്ണ പ്രതിഫലം കൈവരിക്കാൻ ശ്രദ്ധിക്കേണ്ട ഏതാനും ആദാബുകളും കഴിഞ്ഞ ക്ലാസ്സിൽ ചെറിയ നിലക്ക് നാം ഓർമ്മപ്പെടുത്തി. മദീന സിയാറത്തിനെ പറ്റി പറയുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സ് എല്ലാ സമയവും മദീനയിലെത്താൻ കൊതിക്കും. മുത്തനബി പറഞ്ഞു, ഇന്നൽ ഈമാന ലയരിദു ഇലൽ മദീന കമാ തരിസുൽ ഹയ്യതു ഇലാ ജുഹരിഹാ. ഒരു പാമ്പ് അതിന്റെ മാളത്തിൽ നിന്ന് പുറത്തിറങ്ങിയാൽ മാളത്തിലേക്ക് തന്നെ തിരിച്ചെത്താൻ എപ്രകാരം ആഗ്രഹിക്കുന്നുവോ അതുപോലെ ഒരു വിശ്വാസിയുടെ മനസ്സ് മദീനയിലെത്താൻ, മദീനയിലേക്ക് ചുരുണ്ടുകൂടും, മദീനയിലെത്താൻ ആഗ്രഹിച്ചു കൊണ്ടേയിരിക്കും. കാരണം ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഇസ്ലാമിന്റെ എല്ലാ പ്രതാപങ്ങളും നിലകൊള്ളുന്നത് മദീനയാണ്. മദീന വിട്ട് മദീനയുടെ ചരിത്രം പറയാതെ ഒരിക്കലും ഇസ്ലാമിന്റെ ചരിത്രം പൂർത്തീകരിക്കാൻ കഴിയില്ല. കാരണം ഇസ്ലാമിലെ പ്രധാനപ്പെട്ട ഒരുപാട് സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ ഭാഗ്യം ലഭിച്ച പുണ്യനാടാണ് മദീന. മദീന സിയാറത്തിലെ പ്രധാന നേട്ടങ്ങളിൽ ഒന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും സ്വഹാബത്തിന്റെയും തിരുശേഷിപ്പുകളെ, ഒരുപാട് ആഹാറുകളെ പരിചയപ്പെടാൻ അവസരം ലഭിക്കും. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മസ്ജിദുൻ നബവി. ഒരുപാട് മഹത്വങ്ങളും നിരവധി ചരിത്രങ്ങളും ഉറങ്ങിക്കിടക്കുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്റെ മസ്ജിദ് എന്ന് പരിചയപ്പെടുത്തിയ പള്ളിയാണ് മസ്ജിദുൻ നബവി. മസ്ജിദുൻ നബവിയുടെ ചരിത്രം പറയുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ വന്നപ്പോൾ മുത്തുനബി തങ്ങളുടെ ഒട്ടകം ആദ്യമായി മുട്ടുകുത്തിയ സ്ഥലത്താണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദുൻ നബവി സ്ഥാപിക്കുന്നത്. ആദ്യം മസ്ജിദ് ഖുബ സ്ഥാപിച്ചിരുന്നു. അതിനുശേഷം മുത്തുനബിയുടെ ഒട്ടകം മുട്ടുകുത്തിയ സ്ഥലത്താണ് മസ്ജിദുൻ നബവി സ്ഥാപിക്കുന്നത്. രണ്ടാമതായി ഒട്ടകം മുട്ടുകുത്തിയ അബൂ അയ്യൂബിൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിന്നീട് 1 വർഷത്തോളം താമസിക്കുന്നത്. ആദ്യമായി ഒട്ടകം മുട്ടുകുത്തിയ സ്ഥലം ബനു നജ്ജാർ ഗോത്രക്കാരുടെ അധീനതയിലുള്ള സ്ഥലമായിരുന്നു. അവർ അത് സൗജന്യമായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകാൻ തയ്യാറായെങ്കിലും മുത്തുനബി അത് സ്വീകരിക്കാതെ ആ സ്ഥലം വില കൊടുത്ത് മുത്തുനബി അത് വാങ്ങി. സൗജന്യമായി അത് സ്വീകരിച്ചില്ല. ആ സ്ഥലത്താണ് മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദുൻ നബവി എന്ന് അറിയപ്പെടുന്ന ആ വലിയ പള്ളി പണികഴിപ്പിക്കുന്നത്. പള്ളി നിർമ്മാണ പ്രവർത്തനങ്ങളിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോടൊപ്പം നേരിട്ട് പങ്കെടുത്തു. പള്ളിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ആത്മാർത്ഥമായി മുത്തുനബിയും സ്വഹാബത്തും പങ്കെടുത്തു. ഇടക്ക്
വളരെ ആവേശത്തോടെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം എല്ലാം മറന്ന് പള്ളിയുടെ നിർമ്മാണത്തിൽ ഏർപ്പെട്ട മുഹാജിറുകളും അൻസാറുകളുമായ മഹാന്മാരായ സ്വഹാബത്തിന് ആവേശം പകർന്നുകൊണ്ട് മുത്തുനബി തങ്ങൾ ചില പദ്യങ്ങളൊക്കെ ചൊല്ലിയിരുന്നു എന്ന് ഹദീസിന്റെ കിതാബുകളിൽ കാണാം. മുത്തുനബി ഒരു കല്ലിങ്ങനെ ചുമക്കുമ്പോ മുത്തുനബി പറഞ്ഞത്രേ, അല്ലാഹുമ്മ ലാ ഖൈറ ഇല്ലാ ഖൈറുൽ ആഖിറ ഫൻസുരിൽ അൻസാറ വൽ മുഹാജിറ. അല്ലാഹുവേ, ഏറ്റവും വലിയ ഖൈർ ആഖിറത്തിലെ ഖൈറാണ്. എൻ്റെ ഈ പള്ളിയുടെ നിർമ്മാണത്തിൽ എന്നെ സഹായിക്കുന്ന മുഹാജിറുകളെയും അൻസാറുകളെയും നീ സഹായിക്കണേ. മുത്തുനബി വളരെ പ്രയാസം സഹിച്ചു. ഒരു കല്ലിങ്ങനെ മുത്തുനബി വളരെ പ്രയാസപ്പെട്ടെടുക്കുമ്പോ സയ്യിദ് റളിയല്ലാഹു അൻഹു മുത്തുനബിയോട് പറഞ്ഞു, നബിയെ, ആ കല്ല് ഞാൻ ചുമന്നോളാം, മുത്തുനബി പ്രയാസപ്പെടണ്ട. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സയ്യിദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഇദ്ഹബ് ഫഹ്തമിൽ ഗൈറ ഫലസ്ത ബിഅഫ്ഖറ ഇലല്ലാഹി മിന്നി. നീ പോയി വേറൊരു കല്ല് ചുമന്നു സയ്യിദേ, എന്നേക്കാൾ വലിയ ആവശ്യമൊന്നും നീ അല്ലാഹുവിലേക്കുള്ളവനല്ല നീ. അങ്ങനെ മുത്തുനബി വളരെ പ്രയാസം സഹിച്ച് മുത്തുനബി അധ്വാനിച്ചുണ്ടാക്കി പണിത പള്ളിയാണ് മസ്ജിദുൻ നബവി. പിന്നീട് അങ്ങനെ മുത്തുനബി ആ പള്ളി പണിതു. പിന്നീട് ഹിജറ 7-ാം വർഷം ഖൈബർ യുദ്ധത്തിന് ശേഷം മുത്തുനബിയും സ്വഹാബത്തും പള്ളി അല്പം കൂടി ഒന്ന് വികസിപ്പിച്ചു. പിന്നീട് കാലക്രമേണ മുസ്ലിമീങ്ങൾ വർദ്ധിച്ചപ്പോൾ നിരവധി വികസന പ്രവർത്തനങ്ങളും നിരവധി മാറ്റങ്ങളും മസ്ജിദുൻ നബവിയിൽ വരുത്തിയിട്ടുണ്ട്. എന്നിട്ടാണ് ഇന്ന് കാണുന്ന രൂപത്തിലായത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർമ്മിച്ച പള്ളിയുടെ ഭാഗമായി നിശ്ചയിച്ച ആ സ്ഥലം, അതിനു മാത്രമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദുൻ നബവിക്ക് വാഗ്ദാനം ചെയ്ത പൂർണ്ണമായ മഹത്വമുള്ളത് എന്നാണ് പണ്ഡിതന്മാരുടെ പ്രബലാഭിപ്രായം. എന്നാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് പള്ളി വികസിപ്പിച്ചതും മസ്ജിദുൻ നബവിയുടെ പൂർണ്ണ മഹത്വത്തിൽ ഉൾപ്പെടും എന്നും ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. രണ്ടഭിപ്രായങ്ങളെയും പരിഗണിച്ച് മദീനത്തെത്തുന്ന ആളുകൾ ജമാഅത്തിനൊക്കെ പങ്കെടുക്കുമ്പോൾ മുത്തുനബിയുടെ കാലത്തുണ്ടായിരുന്ന ആ പള്ളിയുടെ അതിർത്തി പ്രത്യേകം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിനുള്ളിൽ നാം നിസ്കരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം അതാണ് മുത്തുനബിയുടെ കാലത്തുണ്ടായിരുന്ന പള്ളിയുടെ അതിർത്തി. അത് പ്രത്യേകം അവിടെ തൂണും അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പിന്നീട് ഹിജറ 29 മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ഹിജറ 17 മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ജനങ്ങളുടെ ആവശ്യപ്രകാരം പള്ളി അല്പം വിപുലീകരിച്ചിട്ടുണ്ട്. അതുപോലെ ഹിജറ 29 ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് പള്ളിയിൽ ജനങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റാതായപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അല്പം കൂടി പള്ളി വിപുലീകരിച്ചു. എന്നാൽ ഉമർ റളിയല്ലാഹു അൻഹുവും ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒക്കെ പള്ളി വിപുലീകരിച്ചപ്പോഴൊന്നും പള്ളിയുടെ പരിസരത്തുണ്ടായിരുന്ന ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ ഭവനങ്ങൾ പള്ളിയിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. പള്ളിയുടെ പരിസരത്തൊക്കെ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയ പത്നിമാരുടെ ഒരുപാട് ഭവനങ്ങൾ ഉണ്ടായിരുന്നു. അതൊന്നും പള്ളിയിലൊന്നും ഉൾപ്പെടുത്തിയിരുന്നില്ല. എന്നാൽ പിന്നീട് വലീദ് ഇബ്നു അബ്ദുൽ മലിക്കിന്റെ ഭരണകാലത്ത് മുസ്ലിമീങ്ങൾ വളരെ അധികരിച്ചു. അന്ന് അകാലമായപ്പോഴേക്ക് ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെല്ലാം വഫാത്തായി പോയിരുന്നു. പക്ഷെ അന്ന് മുസ്ലിമീങ്ങൾ അധികരിച്ച് ജനങ്ങൾ ജുമുഅ നിസ്കാരത്തിനൊക്കെ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ വീട്ടിൽ വെച്ച് വരെ നിസ്കാരത്തിൽ നിൽക്കേണ്ട ഒരവസ്ഥ വന്നപ്പോ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ മേൽനോട്ടത്തിൽ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ ഭവനങ്ങളൊക്കെ ഉൾപ്പെടുത്തി ഹിജ്റ 88 പള്ളി ഒന്നുകൂടി വിശാലമാക്കി. പിന്നീട് ഹിജറ 160 മുഹമ്മദുൽ മഹ്ദിയും 888 സുൽത്താൻ ഖായിതുബായിയും 1265 സുൽത്താൻ അബ്ദുൽ മജീദ് ഖാൻ ഉസ്മാനിയും മദീന ഭരിച്ച ഇവരെല്ലാവരും മദീന പള്ളിയിൽ വലിയ വികസന പ്രവർത്തനങ്ങൾ നടത്തി. പിന്നീട് സൗദി ഭരണാധികാരിയുടെ മേൽനോട്ടത്തിലാണ് ഇന്ന് കാണുന്ന രൂപത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഒരേ സമയം നിസ്കരിക്കാൻ സൗകര്യപ്പെടുന്ന രൂപത്തിൽ വലിയ വിശാലത വരുത്തിയത്.
വലിയ ശ്രേഷ്ഠതയുള്ള മസ്ജിദാണ് മസ്ജിദുൻ നബവി. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, മുത്തുനബി പറഞ്ഞു, സ്വലാത്തുൻ ഫീ മസ്ജിദി ഹാദാ ഖൈറും മിൻ അൽഫി സ്വലാത്തിൻ ഫീമാ സിവാഹ് ഇല്ലൽ മസ്ജിദൽ ഹറാം. എന്റെ ഈ പള്ളിയിലുള്ള നിസ്കാരം മറ്റുള്ള പള്ളികളിൽ ഒരു ലക്ഷം നിസ്കരിക്കുന്നതിനേക്കാൾ മഹത്വമാണ് എന്റെ ഈ പള്ളിയിലുള്ള ഒരു നിസ്കാരം. എന്നാൽ മസ്ജിദുൽ ഹറാമിനും ഇതേ മഹത്വമുണ്ട്. അതുപോലെ ഈ പള്ളിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭൂമിയിലെ സ്വർഗീയോദ്യാനം എന്ന് നമുക്ക് പരിചയപ്പെടുത്തിയ റൗള ഷരീഫ് ഉൾക്കൊള്ളുന്ന സ്ഥലം ഈ പള്ളിയുടെ ഉള്ളിലാണ്. മുത്തുനബി പറഞ്ഞു, മാ ബൈന ബൈതി വ മിംബരി റൗളത്തും മിൻ ദിയാദിൽ ജന്ന. എന്റെ വീടിന്റെയും മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലം സ്വർഗത്തോപ്പാണ്. ഈ സ്വർഗത്തോപ്പ്, ഭൂമിയിലെ സ്വർഗത്തോപ്പ് ഉൾക്കൊള്ളുന്നത് മസ്ജിദുൻ നബവിയിലാണ്. ഇങ്ങനെ ഇന്ന് സ്വർഗത്തോപ്പ് റൗള ഷരീഫ് പ്രത്യേകം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അത് അവിടെ പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിച്ച് അവിടത്തിൽ നിസ്കരിക്കാനും അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാനൊക്കെ ശ്രദ്ധിക്കണം. മസ്ജിദുൻ നബവിയുടെ ഓരോ ഭാഗങ്ങൾക്കും ചരിത്ര പ്രാധാന്യമുണ്ട്. ഓരോ ഭാഗങ്ങളും ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന സ്ഥലങ്ങളാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പള്ളിയിലെ നിരവധി ഉസ്തുവാനകൾ, തൂണുകൾ. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. വ്യത്യസ്ത പേരുകളിൽ നിരവധി തൂണുകൾ മസ്ജിദുൻ നബവിയുടെ ഉള്ളിലുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അൽ ഉസ്തുവാനത്തുൽ മുഖല്ലഖ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മിഹ്റാബിന്റെ വലതുവശത്തോട് ചേർന്ന് നിൽക്കുന്ന തൂണാണ് ഉസ്തുവാനത്തുൽ മുഖല്ലഖ. മിമ്പർ നിർമ്മിക്കുന്നതിന്റെ മുമ്പേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിക്കുമ്പോൾ ഈ തൂണിന്റെ സ്ഥാനത്തുണ്ടായിരുന്ന ഈന്തപ്പനത്തടിയെ അവലംബിക്കുകയും അവിടേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുകയും ചെയ്യുമായിരുന്നു. സ്വഹീഹ് മുസ്ലിമിൽ കാണാം, ഇതിന് പേര് വരാനുള്ള, ഉസ്തുവാനത്തുൽ മുഖല്ലഖ എന്ന് പേര് വരാനുള്ള കാരണം സുമ്മിയത്ത് ബിദാലിക ലിഅന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം റഅ അലൈഹാ നുഖാമ. മുത്തുനബി ഈ തൂണിന്റെ മേലെ എന്തോ ഒരു മ്ലേച്ഛമായ വസ്തു കണ്ടു. ഫസാഅഹു ദാലിക, റസൂലുള്ളാഹിക്ക് അത് മോശമായി തോന്നി. ഫഖാമ അഹദു സ്വഹാബത്തി വഹക്കൻ നുഖാമത. അപ്പോൾ ഒരു സ്വഹാബി വര്യൻ എഴുന്നേറ്റുകൊണ്ട് ആ മ്ലേച്ഛമായ വസ്തു ചുരണ്ടി കളഞ്ഞു. ഫതയ്യബ മഖാനഹാ ബിത്വീബിൻ ഇസ്മുഹുൽ ഖലൂഖ്. അപ്പോ എന്നിട്ട് ആ സ്വഹാബി ആ മ്ലേച്ഛമായ വസ്തു ഉണ്ടായിരുന്ന സ്ഥലത്ത് ഖലൂഖ് എന്ന് പേരുള്ള ഒരു സുഗന്ധമുള്ള വസ്തു വെച്ച് അവിടെ സുഗന്ധപൂരിതമാക്കി. അതുകൊണ്ടാണ് ഈ ഖലൂഖിൽ നിന്ന് പോന്നതാണ് അൽ ഉസ്തുവാനത്തുൽ മുഖല്ലഖ എന്ന് സ്വഹീഹ് മുസ്ലിമിൽ കാണാം. അതുപോലെ മറ്റൊരു തൂണാണ് അൽ ഉസ്തുവാനത്തു സയ്യിദത്ത് ആയിഷ റളിയല്ലാഹു അൻഹ. ആയിഷ ബീവിയുടെ പേരിൽ അറിയപ്പെടുന്ന ഒരു തൂണ്. ഈ തൂണിന് പേര് വരാൻ കാരണം ഈ തൂണിന്റെ മഹത്വം ഉൾക്കൊള്ളുന്ന ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്തത് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയാണ്. എന്താണ് ആയിഷ ബീവി റിപ്പോർട്ട് ചെയ്ത ഹദീസ്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്ന ഫിൽ മസ്ജിദി ലബഖഅത്തുൻ ഖബ്ല ഹാദിഹിൽ ഉസ്തുവാന ലൗ യഅലമു الناس ما صلوا فيها إلا أن يطير لهم فيها قرعا. മുത്തുനബി തങ്ങൾ പറയുകയാണ്, ഈ പള്ളിയിൽ ഈ തൂണിന്റെ തൊട്ട് മുമ്പ് ഒരു സ്ഥലമുണ്ട്. അവിടെ നിസ്കരിക്കുന്നതിന്റെ മഹത്വമെങ്ങാനും ജനങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ അവർ പരസ്പരം മത്സരിച്ച് നറുക്കിട്ട് അവർ നിസ്കരിക്കുമായിരുന്നു എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ തൂണിന്റെ മഹത്വം പരിചയപ്പെടുത്തിയതായി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് മഹദിയായ ആയിഷ ബീവി റിപ്പോർട്ട് ചെയ്തു. അതുകൊണ്ടാണ് ഈ തൂണിന് ഉസ്തുവാനത്തു ആയിഷ എന്ന പേര് വന്നത്. മഹാന്മാരായ സ്വഹാബത്ത് ഈ തൂണിന് ചുറ്റും ഹൽക്ക കെട്ടി ഇരിക്കുമായിരുന്നു എന്ന് കിതാബുകളിൽ കാണാം. അതുപോലെ മറ്റൊരു തൂണാണ് ഉസ്തുവാനത്തു തൗബ. ഈ പേര് വരാനുള്ള കാരണം കിതാബുകളിൽ കാണാം, സുമ്മിയത്ത് ബിദാലിക ലിഅന്ന അല്ലാഹ താബ അലാ അബി ലുബാബത റളിയല്ലാഹു അൻഹു വഹുവ മർബൂത്തുൻ അലൈഹാ. മഹാനായ സ്വഹാബി വര്യൻ അബൂ ലുബാബ റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് ചെറിയൊരു തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചപ്പോ, എന്തോ ഒരു ചെറിയ തെറ്റ് സംഭവിച്ചപ്പോ കുറ്റബോധം തോന്നിയ സ്വഹാബി വര്യൻ മദീനത്തെ പള്ളിയിലെത്തി തന്റെ ശരീരം സ്വയം ഈ തൂണിൽ ബന്ധിപ്പിച്ചു.
എന്നിട്ട് മഹാൻ പ്രതിജ്ഞ ചെയ്തു, ഒന്നുകിൽ എൻ്റെ തൗബ അള്ളാഹു സ്വീകരിക്കണം, അല്ലെങ്കിൽ ഞാനിവിടെ കടന്നു മരിക്കണം, അതുവരെ ഈ തൂണിൽ നിന്ന് ഞാൻ എൻ്റെ കെട്ടഴിക്കുകയില്ല എന്ന് മഹാൻ പ്രതിജ്ഞ ചെയ്തു. അങ്ങനെ സ്വഹാബിയുടെ ഈ വലിയ തൗബ സ്വീകരിച്ചതായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു തആല വഹി ഇറക്കുകയാണ്. സൂറത്തു തൗബയിലെ 102-ാം ആയത്ത് വഹിയിറങ്ങി, വആഖറൂന ഇഖ്തറഫു ബിദുനൂബിഹിം ഖലതു അമലൻ സ്വാലിഹൻ വആഖറ സയ്യിഅൻ അസല്ലാഹു അൻ യതൂബ അലൈഹിം ഇന്നല്ലാഹ ഗഫൂറുർ റഹീം എന്ന ആയത്ത് അല്ലാഹു തആല ഈ സ്വഹാബിയുടെ വിഷയത്തിൽ അവതരിപ്പിച്ചു. അങ്ങനെ ആ സ്വഹാബി ആ കെട്ടഴിച്ചു. ഇങ്ങനെ ഈ സ്വഹാബിയുടെ തൗബ സ്വീകരിച്ച തൂണായതുകൊണ്ടാണ് ഉസ്തുവാനത്ത് തൗബ എന്ന് ഇതിനെ പേര് വരാൻ കാരണം. അതുപോലെ മറ്റൊരു ഉസ്തുവാനയാണ് ഉസ്തുവാനത്തു സരീർ. ഹുജറത്തു ഷരീഫയോടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഉസ്തുവാനയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഅ്തികാഫിരിക്കുമ്പോൾ തന്റെ കട്ടിൽ ഈ തൂണിന്റെ അടുത്ത് വെച്ചതുകൊണ്ടാണ് സരീർ, ഉസ്തുവാനത്തു സരീർ എന്ന പേര് വന്നത്. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പള്ളിയിൽ ഇങ്ങനെ ഈ തൂണിനോട് ചാരി ഇഅ്തികാഫിരിക്കും. എൻ്റെ റൂമിന്റെ തൊട്ടടുത്തായതുകൊണ്ട് മുത്തുനബിയുടെ തല എൻ്റെ റൂമിലേക്ക് ഇങ്ങനെ വെച്ച് തരും. അപ്പൊ മുത്തുനബിയുടെ തല ഞാൻ കഴുകി കൊടുക്കുകയും റസൂലുള്ളാഹിന്റെ തല ഞാൻ ചീകി കൊടുക്കുകയും ചെയ്യുമായിരുന്നു എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നതായി ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ മറ്റൊരു തൂണാണ് ഉസ്തുവാനത്തുൽ മഹ്രിസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാത്രി സമയങ്ങളിൽ നിസ്കരിക്കുമ്പോൾ അലി റളിയല്ലാഹു അൻഹുവിനെ പോലത്തെ സ്വഹാബിമാർ ഈ തൂണിനരികെ മുത്തനബിക്ക് കാവലിരിക്കുമായിരുന്നു. അതുകൊണ്ടാണ് മഹ്രിസ് എന്ന് പേര് വരാൻ കാരണം എന്ന് കിതാബുകളിൽ കാണാം. മഹാനായ അലി റളിയല്ലാഹു അൻഹു പലപ്പോഴും ഈ തൂണിന്റെ അടുത്ത് നിന്ന് നിസ്കരിച്ചിരുന്നത് കൊണ്ട് ഉസ്തുവാനത്ത് അലി ഇബ്നു അബി ത്വാലിബ് എന്നും ഈ ഉസ്തുവാനക്ക് പേരുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കാരത്തിന് വേണ്ടി ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നിന്നും റൗദയിലേക്ക് പുറപ്പെടാറുണ്ടായിരുന്ന ഹുജറ ഷരീഫയിലുള്ള ചെറിയ വാതിലിന് നേരെയാണ് ഈ തൂൺ സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ മറ്റൊരു തൂണാണ് ഉസ്തുവാനത്തുൽ വഫൂദ്. ആ പേര് വരാനുള്ള കാരണം വഫയിലൊക്കെ കാണാം, കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യജ്ലിസു ഇലൈഹാ ലിവുഫൂദിൽ അറബ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറബിൻ നിവേദക സംഘങ്ങളെ സ്വീകരിക്കാൻ അടുത്തിരുന്നത് ഈ തൂണിന്റെ അടുത്തായിരുന്നു. അതുകൊണ്ടാണ് ഉസ്തുവാനത്തുൽ വഫൂദ് എന്ന് ഈ തൂണിന് പേര് വന്നത് എന്ന് കിതാബുകളിൽ കാണാം. ഇതുപോലെ ചരിത്ര പ്രാധാന്യമുള്ള മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും സ്വഹാബത്തിന്റെയും തിരു സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ ഒരുപാട് ഭാഗങ്ങൾ ഇനിയും മസ്ജിദുൻ നബവിയിലുണ്ട്. ഒന്നിലധികം മെഹ്റാബുകൾ മസ്ജിദുൻ നബവിയിൽ കാണാം. അതിലൊന്നാണ് അൽ മെഹ്റാബുൻ നബവിയ അഥവാ ഉസ്തുവാന. നമ്മൾ നേരത്തെ പരാമർശിച്ച ഉസ്തുവാന മുഹല്ലക്കയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന മുത്തുനബിയുടെ മെഹ്റാബാണ്. ഇതിന് സമീപത്തായി മുത്തുനബി നിസ്കരിച്ചിരുന്ന മെഹ്റാബാണ്. ഇതിന് സമീപത്ത് മുസല്ല റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ മറ്റൊന്നാണ് മെഹ്റാബു തഹജ്ജുദ്. മഹാനായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാത്രി നിസ്കരിച്ചിരുന്ന സ്ഥലമാണ്. മഹാനായ ഈസ ഇബ്നു അബ്ദില്ലാ എന്നവർ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് കാണാം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യത്റഹു ഹസീറൻ കുല്ല ലൈലത്തിൻ ഇദാ കഫത്തിൻ നാസു അൻഹു വറഅയ്തു അലിയൻ കറമല്ലാഹു വജ്ഹഹു സുമ്മ യുസല്ലി സ്വലാത്തൽ ലൈൽ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാത്രി ജനങ്ങളെല്ലാം പിരിഞ്ഞുപോയാൽ ഇവിടെ ഒരു പായ വിരിക്കും. എന്നിട്ടോ മുത്തുനബി അവിടെ നിസ്കരിക്കാറുണ്ടായിരുന്നു. അലി റളിയല്ലാഹു അൻഹുവും അവിടെ വെച്ച് തഹജ്ജുദ് നിസ്കരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് മഹാനായ ഈസ ഇബ്നു അബ്ദില്ലാ എന്നവര് അവരുടെ പിതാവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുകയാണ്. ഇങ്ങനെ ഒരുപാട് മെഹ്റാബുകൾ മദീനയിൽ ഇനിയും കാണാം. അതുപോലെ അഹ്ലു സുഫയുടെ ചെരു, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടെ താമസിച്ച് പഠിച്ചിരുന്ന 700ഓളം വരുന്ന ശിഷ്യന്മാരുടെ താമസ സ്ഥലം. അവിടെ ഒരു ഉയർന്ന തറകെട്ടി പ്രത്യേകം ഇന്നും മദീന പള്ളിയിൽ അത് വേർതിരിച്ചിട്ടുണ്ട്. അതുപോലെ മസ്ജിദുൻ നബവിയിലെ
ഏറ്റവും പുണ്യമായ ഒരു സ്ഥലമാണ് റൗള ഷരീഫ് എന്ന് നാം മുമ്പ് പരാമർശിച്ചു. ഭൂമിയിലെ സ്വർഗീയോദ്യാനം എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തിയ സ്ഥലം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മാ ബൈന ബൈതി വ മിംബരി റൗളത്തും മിൻ ദിയാദിൽ ജന്ന. എൻ്റെ വീടിന്റെയും മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലം അത് സ്വർഗത്തോപ്പുകളിൽ നിന്നുള്ള ഒരു തോപ്പാണ്. പണ്ഡിതന്മാർ ഈ ഹദീസിന് ഒരുപാട് വ്യാഖ്യാനങ്ങൾ നൽകിയിട്ടുണ്ട്. റൗള പ്രത്യേകം മദീന പള്ളിയിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ചിലപ്പോ മദീനത്ത് ചെല്ലുമ്പോൾ, മദീനത്തെ പള്ളിയിൽ ചെല്ലുമ്പോൾ റൗളയിൽ നിസ്കരിക്കാൻ വലിയ തിരക്കായിരിക്കും. എത്ര തിരക്കാണെങ്കിലും എത്ര നേരം വെയിറ്റ് ചെയ്താലും നാം അവിടെ നിന്നൊരു 2 റക്അത്തെങ്കിലും നിസ്കരിക്കാനും പ്രാർത്ഥിക്കാനും സമയം കണ്ടെത്തണം പ്രിയപ്പെട്ടവരെ. ഇല്ലെങ്കിൽ മദീനത്ത് പോയി റൗളയിൽ കയറാതെ തിരിച്ചു പോന്നാൽ വലിയ നഷ്ടമാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക. റൗളയിൽ പോയാൽ വലിയ മഹത്വമാണ് നമുക്ക് നേടാൻ കഴിയുന്നത്. റൗളയിൽ പോകുന്നതിനെ പറ്റി മഹാന്മാരൊക്കെ പാടിയത് കാണാം. ഇദാ ഖുംത ഫീമാ ബൈന ഖബ്രിൻ വ മിൻബരി ബിതൈബത ഫഅരിഫ് ഐന മൻസിലുകൽ അർഖാ ലഖദ് ഖുംത ഫീ ദാരിൻ നഈമി ബിറൗളതി വമൻ ഖാമ ഫീ ദാരിൻ നഈമി ഫലാ യസ്ഖാ. ഖബറിന്റെയും മിമ്പറിന്റെയും ഇടയിലുള്ള ആ സ്ഥലത്ത് സ്വർഗത്തോപ്പിൽ നീ നിന്നാൽ നീ നിൽക്കുന്നത് വലിയ ഉന്നതമായ ഒരു സ്ഥാനത്താണ്. അതേ, ഈ അനുഗ്രഹമായ ഭവനത്തിൽ നിന്നവരാരും ജീവിതത്തിലോ ആഖിറത്തിലോ പരാജയപ്പെടൂല എന്ന് മഹാന്മാര് പഠിപ്പിച്ചത് കാണാം. അപ്പോൾ നാം മദീനത്ത് ചെല്ലുമ്പോ ചുരുങ്ങിയതൊരു 2 റക്അത്തെങ്കിലും, ഒരുപാട് റക്അത്ത് നിസ്കരിക്കാൻ കഴിയുമെങ്കിൽ നാം ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ ഒരു 2 റക്അത്തെങ്കിലും നിസ്കരിക്കാൻ അവിടെ സമയം കണ്ടെത്തണം പ്രിയപ്പെട്ടവരെ. ഇനി എന്താണ് ഹുജറത്തു ഷരീഫ്? ഹുജറത്തു ഷരീഫ് മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം. മുത്തുനബിയുടെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീടാണ് പിന്നീട് ഹുജറത്തു ഷരീഫയായി മാറിയത്. കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുണ്യ ശരീരം മറവ് ചെയ്യപ്പെട്ടത് ഇവിടെയാണ് എന്നതുകൊണ്ടാണ് ഈ പുണ്യസ്ഥലം വിശുദ്ധി നേടിയത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുന്നതിന്റെ മുമ്പ് മുത്തുനബിക്ക് ശക്തമായി പനി ബാധിച്ചപ്പോൾ മറ്റ് ഭാര്യമാരുടെ സമ്മതപ്രകാരം, മറ്റ് ഭാര്യമാരുടെ വീടൊക്കെ മദീന പള്ളിയുടെ പരിസരത്താണ്, മറ്റു ഭാര്യമാരുടെ ഒക്കെ സമ്മതപ്രകാരം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ താമസമാക്കുകയും അവിടെ തന്നെ മുത്തുനബി തങ്ങൾ വഫാത്താവുകയും ചെയ്തു. അങ്ങനെ മുത്തുനബിയുടെ പുണ്യ ശരീരം എവിടെ മറവ് ചെയ്യണമെന്നൊരു ചർച്ച സ്വഹാബത്തിന്റെ ഇടയിൽ വന്നപ്പോ ആ ചർച്ചക്ക് വിരാമമിട്ടുകൊണ്ട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മുത്തുനബി തങ്ങൾ വഫാത്തായ സ്ഥലത്ത് തന്നെ റസൂലുള്ളാഹിനെ മറമാടാം. അങ്ങനെയാണ് ഹബീബിന്റെ പുണ്യ ശരീരം ആയിഷ ബീവിയുടെ വീട്ടിൽ മറവ് ചെയ്യുന്നത്. അങ്ങനെയാണ് ആയിഷ ബീവിയുടെ ആ വീടാണ് പിന്നീട് ഹുജറത്തു ഷരീഫ്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും തന്റെ സ്വാഹിബീനെയും അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമായി മാറിയത്. അതുപോലെ മസ്ജിദുൻ നബവിയെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള വാതിലുകൾ മസ്ജിദുൻ നബവിക്കുണ്ട്. അതിൽപ്പെട്ടതാണ് മസ്ജിദ് ബാബു ജിബ്രീൽ. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹിയുമായി ഇറങ്ങിയ സ്ഥലമാണ് ബാബു ജിബ്രീൽ. മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖന്ദഖ് യുദ്ധം കഴിഞ്ഞ് തബഖാത്തുൽ കുബ്രയിൽ കാണാം. ഫബഅദ നിഹായത്തി ഗസ്വത്തിൽ ഖന്ദഖ് وانسحاب الأحزاب دخل النبي صلى الله عليه وسلم بيته واغتسل ووضع سلاحه. ഖന്ദഖ് യുദ്ധം കഴിഞ്ഞു വന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിൽ വന്നു കുളിച്ച് ആയുധമൊക്കെ താഴെ വെച്ച് ചെയ്തപ്പോൾ فأتاه جبريل عليه السلام عند هذا الباب على بغلة سخباء. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ഒരു വെളുത്ത കുതിരപ്പുറത്താരി ഈ വാതിലിനടുത്ത് വന്ന് ചോദിച്ചു, മുത്തുനബിയോട് ചോദിച്ചു, നബിയെ തങ്ങൾ ആയുധം താഴെ വെച്ചോ എന്ന് ചോദിച്ചപ്പോ മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നഅം, അതെ ഞാൻ താഴെ വെച്ചിട്ടുണ്ട്. ഖാല ജിബ്രീൽ അലൈഹിസ്സലാം, മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം തങ്ങൾ അപ്പോൾ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, മാ വലഅത്തിൽ മലായികതു സിലാഹ ഇന്നല്ലാഹ യഅ്മുറുക യാ മുഹമ്മദ് ബിൽ മസീരി ഇലാ ബനി ഖുറൈള.
ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, മലക്കുകൾ ആയുധം താഴെ വെച്ചിട്ടില്ല, ബനൂ ഖുറൈളയിലേക്ക് പോകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട് എന്ന് മുത്തുനബിക്ക് അറിയിച്ചു കൊടുത്തു. ഇതുകൊണ്ടാണ് ഈ വാതിലിനടുത്ത് ജിബ്രീൽ അലൈഹിസ്സലാം വന്നു നിന്നത് കൊണ്ടാണ് ബാബു ജിബ്രീൽ എന്ന് പേര് വന്നത് എന്ന് ത്വബഖാത്തുൽ കുബ്രയിൽ കാണാം. അതുപോലെ ബാബുസ്സലാം മദീനത്തെ പള്ളിയിലെ പ്രധാനപ്പെട്ട ഒരു ബാബാണ് ബാബുസ്സലാം. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ് ഈ വാതിൽ ഉണ്ടാക്കപ്പെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സലാം പറഞ്ഞാൽ നിൽക്കുന്ന സ്ഥലത്തിന്റെ നേരെ അഭിമുഖമായി നിലകൊള്ളുന്നതിനാലാണ് ഈ വാതിലിന് ബാബുസ്സലാം എന്ന് പേര് വന്നത്. റസൂലുള്ളാഹിക്ക് സലാം പറയുമ്പോൾ ഈ വാതിലിലൂടെയാണ് പ്രവേശിക്കേണ്ടത്. മദീനയുടെ ചരിത്രം പറയുമ്പോൾ ജന്നത്തുൽ ബഖീഇനെ പറ്റി പറയാതെ അത് അവസാനിപ്പിക്കാൻ കഴിയില്ല. 10,000-ഓളം സ്വഹാബികളുടെ ഖബർ ഉൾക്കൊള്ളുന്ന വലിയ വിശാലമായ മദീനത്തെ മഖ്ബറയാണ് ജന്നത്തുൽ ബഖീഅ്. എല്ലാ ദിവസവും സിയാറത്ത് ചെയ്യൽ സുന്നത്താണ്. വെള്ളിയാഴ്ച ദിവസം സിയാറത്ത് ചെയ്യൽ പ്രത്യേകം സുന്നത്താണ്. മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സിയാറത്ത് ചെയ്തിരുന്നതായി ഹദീസുകളിൽ കാണാം. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുല്ലമാ കാന ലൈലതുഹാ മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം يخرج من آخر الليل إلى البقيع فيقول السلام عليكم دار قوم مؤمنين. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാത്രിയുടെ അവസാനത്തിൽ ജന്നത്തുൽ ബഖീഇലേക്ക് പുറപ്പെടും. എന്നിട്ടോ മുത്തുനബി തങ്ങൾ അവിടെ പോയിട്ട് സലാം പറഞ്ഞ് സിയാറത്ത് ചെയ്യുമായിരുന്നു എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. മസ്ജിദുൻ നബവിക്ക് സമീപം കിഴക്ക് വശത്തായി സ്ഥിതി ചെയ്യുന്നു ജന്നത്തുൽ ബഖീഅ്. ഇന്ന് പ്രത്യേകം അത് വളച്ചു കെട്ടിയിട്ടുണ്ട്. എല്ലാ ദിവസവും സുബഹിക്ക് ശേഷവും അസറിന് ശേഷവും പുരുഷന്മാർക്ക് വേണ്ടി അത് തുറന്നു കൊടുക്കാറുണ്ട്. മുത്തുനബിക്ക് സലാം പറഞ്ഞ് സിയാറത്ത് ചെയ്ത് ബഖീഇൽ വന്നാൽ പ്രവേശിക്കുമ്പോൾ ആദ്യമായി എല്ലാവർക്കും അസ്സലാമു അലൈക്കും ദാറ ഖൗമിൻ മുഅ്മിനീൻ എന്ന് എല്ലാവർക്കും മൊത്തത്തിൽ സലാം പറയണം. പിന്നീട് ഓരോ സ്വഹാബികൾക്കും, മുഴുവൻ സ്വഹാബികളുടെയും ഖബർ പ്രത്യേകം രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ലെങ്കിലും പ്രധാനികളായ സ്വഹാബികളുടെ ഖബർ, പ്രധാനപ്പെട്ടവരുടെ ഖബർ വളച്ചുകെട്ടി പ്രത്യേകം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു, അതുപോലെ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, സഅദ് ഇബ്നു അബൂ സഈദ് അൽ-ഖുദരി റളിയല്ലാഹു അൻഹു, ഇങ്ങനെ ഒരുപാട് സ്വഹാബികളുടെ ഖബറും മുത്തുനബിയുടെ പ്രിയപ്പെട്ട മക്കളായ ഇബ്രാഹിം റളിയല്ലാഹു അൻഹുവിന്റെയും റുഖയ ബീവി റളിയല്ലാഹു അൻഹയുടെയും ഒരുപാട് ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെയും ഖബർ ജന്നത്തുൽ ബഖീഇലുണ്ട്. മദീനത്തെത്തുമ്പോൾ മദീനയിൽ നിന്ന് ലഭിക്കുന്ന ഒരു ജന്നത്തുൽ ബഖീയിലെ ഖബറുകൾ അടയാളപ്പെടുത്തിയ ഒരു ചാർട്ട് ഇതിനു വേണ്ടി ഉപയോഗപ്പെടുത്താം. അതുപോലെ മദീനയിൽ ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള മസ്ജിദുകളുണ്ട്. പ്രധാനപ്പെട്ട ഒരു പള്ളിയാണ് മസ്ജിദ് ഖുബ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യമായി മദീനയിൽ എത്തിയപ്പോൾ നിർമ്മിച്ച മസ്ജിദാണ് മസ്ജിദ് ഖുബ. പിന്നീടാണ് മസ്ജിദുൻ നബവി പണി കഴിപ്പിക്കുന്നത്. എന്നാൽ മസ്ജിദുൻ നബവി പണി കഴിപ്പിച്ചതിന് ശേഷവും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ ശനിയാഴ്ചയും മസ്ജിദ് ഖുബായിലെത്തുകയും അവിടെ നിസ്കരിക്കുകയും ചെയ്തിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. അതുപോലെ മസ്ജിദുൽ ഖിബ്ലത്തൈൻ മദീനത്തെ മറ്റൊരു പള്ളിയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യം ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞായിരുന്നല്ലോ നിസ്കരിച്ചിരുന്നത്. പിന്നീട് മുത്തുനബിക്ക് കഅബയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാൻ വലിയ ആഗ്രഹമായിരുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പക്ഷേ റബ്ബിന്റെ ഓർഡർ വരാതെ തിരിയാൻ കഴിയില്ലല്ലോ. അങ്ങനെ ഒരു ദിവസം മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദ് ബനൂ സലമ എന്നറിയപ്പെടുന്ന ഈ പള്ളിയിൽ വെച്ച് ളുഹർ നിസ്കരിച്ചു കൊണ്ടിരിക്കും. 2 റക്അത്ത് പിന്നിട്ടപ്പോൾ കഅബയിലേക്ക് മുന്നിടാനുള്ള റബ്ബിന്റെ ഓർഡർ വന്ന് ആയത്ത് അവതരിക്കുകയാണ്. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കാരത്തിൽ വെച്ച് തന്നെ കഅബയിലേക്ക് തിരിഞ്ഞു. 2 റക്അത്ത് ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞും 2 റക്അത്ത് കഅബയിലേക്ക് തിരിഞ്ഞും നിസ്കരിച്ചു. അതുകൊണ്ട് ഈ ചരിത്രത്തിന് ഈ പള്ളി സാക്ഷ്യം വഹിച്ചത് കൊണ്ടാണ് മസ്ജിദുൽ ഖിബ്ലത്തൈൻ എന്ന പേരിൽ ഈ മസ്ജിദ് അറിയപ്പെടുന്നത്. അതുപോലെ മസ്ജിദുൽ ഫത്ഹ്, മസ്ജിദുൽ ഗമാമ, മസ്ജിദുൽ ജുമുഅ തുടങ്ങിയ ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള മസ്ജിദുകൾ മദീനയിലുണ്ട്. മദീനത്തെത്തുന്ന മദീന സിയാറത്ത് ലക്ഷ്യം വെച്ച് പോകുന്ന ഒരാൾ ഈ പള്ളികളെല്ലാം കണ്ട് ഈ പള്ളികളെല്ലാം സന്ദർശിക്കണം. എല്ലാ ചരിത്ര പ്രാധാന്യമുള്ള അതുപോലെ ഉഹദ് മല ഒക്കെ സന്ദർശിച്ചിട്ട് തിരിച്ചു പോന്നാലേ മദീനത്ത് പോയതിന്റെ ആ പൂർണ്ണ
മഹത്വം നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം നമ്മുടെ ഇസ്ലാമിന്റെ ഒരുപാട് ആധാറുകൾ, ശേഷിപ്പുകൾ മയങ്ങുന്ന, ഉറങ്ങിക്കിടക്കുന്ന മദീനത്തെ മണ്ണ് നമുക്ക് സന്ദർശിക്കാൻ കഴിയണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്ത് ചെയ്താൽ പ്രിയപ്പെട്ടവരെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തു വേണമെങ്കിലും തേടാം, എന്തു നേടാം. മദീനത്തെത്തിയാൽ ഒരുപാട് കർമ്മങ്ങൾ മഹാന്മാർ നിർദ്ദേശിച്ചു. മഹാനായ ഇമാം ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹു ശിഫയിൽ പറയുന്ന ഒരു പ്രത്യേകമായ കർമ്മമുണ്ട്. ആരെങ്കിലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ഷരീഫിനരികിലെത്തി ഇന്നല്ലാഹ വ മലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലം തസ്ലീമ എന്ന ആയത്തും പിന്നെ സ്വല്ലല്ലാഹു അലൈക യാ മുഹമ്മദ് എന്നിങ്ങനെ 70 പ്രാവശ്യം പറഞ്ഞാൽ അവനോടൊരു മലക്ക് വിളിച്ചു പറയുമത്രേ, സ്വല്ലല്ലാഹു അലൈക യാ ഫുലാൻ, ഓ മനുഷ്യ, അള്ളാഹു നിനക്കും റഹ്മത്ത് ചെയ്യട്ടെ, അള്ളാഹു നിനക്കും ഗുണം ചെയ്യട്ടെ. എന്നിട്ട് ഇമാം ഖാദി ഇയാദ് തങ്ങൾ പറയുകയാണ്, വലം തസ്ഖുതു ലഹു ഹാജ, അവന് പിന്നീട് പൂർത്തീകരിക്കപ്പെടാൻ ഒരു ആവശ്യവും ശേഷിക്കുകയില്ല. അവന്റെ എല്ലാ ആവശ്യവും അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തീകരിച്ചു കൊടുക്കും. മഹാന്മാരൊക്കെ സിയാറത്തിന്റെ ഫലങ്ങൾ നേരിട്ട് അനുഭവിച്ചവരാണ് പ്രിയപ്പെട്ടവരെ. മഹാനായ ഹാത്തമുൽ അസ്മ റളിയല്ലാഹു അൻഹു മുത്തനബിയുടെ ഖബറരികിൽ വന്നു പറഞ്ഞു, യാ റബ്ബി ഇന്നാ ഖദ് സുർനാ ഖബറ നബിയിക ഫലാ തറുദ്ദന്നാ ഖായിബീൻ. അല്ലാഹുവേ, നിന്റെ മുത്തനബിയുടെ ഖബർ, നിന്റെ പ്രവാചകന്റെ ഖബർ ഞങ്ങൾ സിയാറത്തിന് വന്നത്, അല്ലാഹുവേ ഞങ്ങളെ ഈ ഖബർ സിയാറത്ത് കഴിഞ്ഞ് നിരാശരായി നീ മടക്കരുതേ അല്ലാ. അപ്പോഴതാ ഖബറിന്റെ ഉള്ളിൽ നിന്നൊരു വിളിയാണം കേൾക്കുകയാണ്, നിങ്ങൾ മടങ്ങിപ്പോയിക്കോളൂ, നിങ്ങളുടെ എല്ലാ ദോഷങ്ങളും പൊറുക്കപ്പെട്ടിട്ടുണ്ട്. മഹാനായ ഹാത്തമുൽ അസ്മ റളിയല്ലാഹു അൻഹുവും സംഘവും അവരുടെ സിയാറത്തിന്റെ ഫലം നേരിട്ട് അനുഭവിച്ച് അറിയുകയാണ്. അതുപോലെ വിശന്നുവെന്ന് അവലാതി ഓദിപ്പിച്ചപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭക്ഷണം നൽകി. മഹാനായ മുഹമ്മദ് ഇബ്നുൽ അലാ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ദഖൽതുൽ മദീനത വഖദ് വലബ അലയ്യൽ ജൂഅ്, അതേ ഞാൻ മദീനയിൽ പ്രവേശിച്ചപ്പോൾ എനിക്ക് ശക്തമായ വിശപ്പുണ്ട്. ഫസുർതു ഖബറൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലംതു അലൈഹി വഅല ശൈഖൈൻ റളിയല്ലാഹു അൻഹുമാ. അങ്ങനെ ഞാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ സിയാറത്ത് ചെയ്തു. ഹബീബായ തങ്ങൾക്കും അവിടുത്തെ സ്വഹാബിനിക്കും സലാം പറഞ്ഞു. ഖുൽതു, എന്നിട്ട് ഞാൻ റസൂലുള്ളാഹിന്റെ ഖബറിനോട് ചേർന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ജിഅ്തു വബി മിനൽ ഫാഖ വൽജൂഉ മിനൽ ഫാഖതി വൽജൂഉ മാ ലാ യഅലമുഹു ഇല്ലാ ലില്ലാഹി അസ്സ വജൽ വഅന ളൈഫുക ഫീ ഹാദിഹിൽ ലൈല. അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ തങ്ങളിലേക്ക് വന്നു, എനിക്ക് ശക്തമായ വിശപ്പുണ്ട്, ഇന്നത്തെ രാത്രി തങ്ങളുടെ അതിഥിയാണ് ഞാൻ, എനിക്ക് ശക്തമായ വിശപ്പുണ്ട് നബിയേ. ثم غلبني النوم فرأيت النبي صلى الله عليه وسلم في المنام. മുഹമ്മദ് ഇബ്നുൽ അലാ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അങ്ങനെ എനിക്കതാ ഉറക്കം വന്നപ്പോൾ ഞാൻ ഉറങ്ങിപ്പോയി. അപ്പൊ സ്വപ്നത്തിൽ ഞാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടു. ഫഅതാനി റഗൈഫ, മുത്തുനബി ഉറക്കത്തിൽ വന്ന് എനിക്കൊരു പത്തിരി നൽകി. ഫഅകൽതു നിസ്ഫഹു ثم انتبهت من المنام وفي يدي نصفه الآخر. അങ്ങനെ ഞാൻ ഉറക്കത്തിൽ അതിന്റെ പകുതി ഭക്ഷിച്ചു. ഉറക്കത്തിൽ നിന്ന് ഉണർന്നപ്പോൾ അതിന്റെ മറ്റേ പകുതി എന്റെ കയ്യിലുണ്ട്. അപ്പൊ എനിക്ക് ഉറപ്പായി മുത്തുനബി തങ്ങൾ പറഞ്ഞ വാക്ക്, മൻ റആനി ഫിൽ മനാമി ഫഖദ് റആനി ഹഖ്ഖാ. ആരെങ്കിലും എന്റെ സ്വപ്നത്തിൽ ദർശിച്ചാൽ അവൻ യഥാർത്ഥത്തിൽ എന്നെ കണ്ടവനാണ്, അവൻ യഥാർത്ഥത്തിൽ തന്നെയാണ് എന്നെ കണ്ടത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, മഹാന്മാരൊക്കെ സിയാറത്ത് കൊണ്ട് വലിയ ഫലങ്ങൾ നേടി. സാധുക്കളായ നമുക്കും അങ്ങനെ നേടാൻ കഴിയും. അതിന് നമ്മുടെ സിയാറത്ത് ആത്മാർത്ഥമായ സിയാറത്താവണം. മദീനത്തു ചെല്ലുമ്പോ വലിയ ബഹുമാനത്തോടെ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ചെരുപ്പിട്ട് നടക്കാത്ത മണ്ണാണ് മദീന. ആ മദീനത്തെത്തുമ്പോ വലിയ ആദരവോടെ നമ്മൾ നിന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വലിയ ബഹുമാനം തരും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി തരും.
അതല്ലേ മഹാനായ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു അതാ മദീനയിലെത്തിയപ്പോ താഴത്തെ പൂട്ടിക്കിടക്കുന്ന റൗളയുടെ വാതില് അതേ അവിടുത്തെ ഇഷ്ക് കൊണ്ട് തുറപ്പിച്ച കഥ നമ്മുടെ മലബാറുകാരനല്ലേ മഹാനായ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു. അങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ കിതാബുകളിൽ കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പരിശുദ്ധമായ റൗള ഷരീഫ് പല തവണ സിയാറത്ത് ചെയ്യാനും ഹബീബായ തങ്ങളെ തൃപ്തി കരസ്ഥമാക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. അർഹമർ റഹ്മാനായ അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങൾ നിന്റെ ഹബീബിന്റെ ചാരത്തെത്താൻ ഒരു യോഗ്യതയുമില്ല എങ്കിലും നിന്റെ കാരുണ്യം കൊണ്ട് ഹബീബിന്റെ ചാരത്തെത്തിക്കണം റഹ്മാനെ. ഒരുപാട് തവണ സിയാറത്ത് ചെയ്യാനും മനസ്സ് നിറയെ സലാം പറയാനും തൗഫീഖ് നൽകണം അല്ലാഹ്. നല്ല പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. പരിശുദ്ധമായ റമളാനിന്റെ ഉത്തഖായിലും തുനഖായിലും ഞങ്ങളൊക്കെ ഉൾപ്പെടുത്തണം റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.